ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് കോലത്തൂർ ഫിഷ് മാർക്കറ്റിലാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഈ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർണമെൻ്റൽ ഫിഷസിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് ഫിഷ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്പോട്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രീറ്റ് ഫുള്ള് അക്വേറിയം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും കേട്ടോ. ഒന്നും നമുക്ക് ഇവിടുന്ന് കിട്ടാണ്ട് നമുക്ക് നിരാശയായിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരില്ല. കാരണം എന്താ ഇതേപോലെ മിനിയേച്ചറായിട്ടുള്ള ഓരോ നമ്മുടെ അക്വേറിയത്തിൽ സെറ്റ് ചെയ്യേണ്ടുന്ന ഓരോ കുട്ടി കുട്ടി ഡോൾസും അങ്ങനെ എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കിട്ടുന്നുണ്ട്. പിന്നെ അതായത് നമ്മുടെ ഇങ്ങനെയുള്ള ഓരോന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ അക്വേറിയത്തിൻ്റെ വൈബ് അങ്ങ് മാറും കേട്ടോ. അങ്ങനെ എല്ലാം നല്ല ആർട്ടിഫിഷ്യലാണെന്ന് നമുക്ക് സംശയം വരും. അതേ കണക്കത്തുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ അവിടെ ഇരിക്കുന്ന. മൊത്തം എല്ലാം അഫോർഡബിൾ പ്രൈസ് കൂടെ കേട്ടോ. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പം കുറച്ച് അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടെ കിട്ടുന്ന എല്ലാം നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് കൂടാണ് കേട്ടോ. നമ്മൾ കുറച്ചൊക്കെ എടുത്ത് ചെക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഇവിടെ എല്ലായിടവും ഇതേപോലെ നിറയെ ഇങ്ങനത്തെ കുട്ടി കുട്ടി മിനിയേച്ചർ ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ. മിക്കുള്ള ഷോപ്പിലൊക്കെ ഇതാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് മോട്ടർ ഫിൽറ്റർ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കിട്ടും. ഇത് മാത്രമല്ല, നമുക്കിവിടെ പെറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ പലതരത്തിലുള്ള പാരറ്റ്സ്, പിന്നെ ഫിഞ്ചസ് അതൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റേറ്റും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടഡിന് അതിൻ്റേതായ റേറ്റ് ഉണ്ടാവും. എന്നാലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലായിരുന്നു കേട്ടോ എല്ലാം. നമ്മൾ ലവ് ബേർഡ്സും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഓരോ അക്വേറിയത്തിൽ ഇതൊക്കെ ഈ അക്വേറിയത്തിൽ കാണുന്ന ഫിഷസ് ഒന്നും അല്ലായിരിക്കും അടുത്തടുത്ത് കാണുന്നത്. പിന്നെ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടും അക്വേറിയം സെയിലിനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ അക്വേറിയം കുറച്ച് വെറൈറ്റി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഡിഫറെൻറ്റ് ഫ്ലവർ ഹോൺസ്, ഗോൾഡ് ഫിഷ്, പിന്നെ ഏതൊക്കെയോ മീനുകളും, പിന്നെ കിറ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പപ്പീസ് എല്ലാം സെയിലിനുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ പപ്പീസിനെയും കിറ്റൻസിനെയൊക്കെ വളർത്താൻ താല്പര്യമില്ലാത്തവർക്ക് നമുക്കിവിടെ ഹാംസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അല്ലാണ്ട് പാരറ്റ്സ് അങ്ങനെയൊക്കെ സെയിലുണ്ടായിരുന്നേ. പിന്നെ ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്ക് വെച്ച് വൈറലായിട്ടുള്ള നമ്മുടെ മുള്ള് കാണാൻ പറ്റുന്ന മീനാണ് കേട്ടോ. അതിൻ്റെ ഫ്ലൂറസൻ കളറൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഗപ്പീസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഫിഷിനെയൊക്കെ ഞാൻ കണ്ടിട്ട് കൂടിയില്ല കേട്ടോ. നമ്മൾ ടി വിയിലൊക്കെ കണ്ടുള്ളൂ. പിന്നെ ക്രേ ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ ഷോപ്പിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ കെട്ടിത്തൂക്കി കുറേ ഇങ്ങനെ ഫിഷിന് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴായാലും ഗോൾഡ് ഫിഷിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. പിന്നെ ഇതൊക്കെ ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ കവറിൽ ഇങ്ങനെ കെട്ടി വാരി ഇങ്ങനെ ഇട്ടേക്കുമായിരിക്കും അവിടെ എല്ലാ ഫിഷിന്. അപ്പോൾ നല്ല റേറ്റ് കുറവാണ് കേട്ടോ അവർ കൊടുക്കുന്നത്. പിന്നെ എനിക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ശംഖിന് ജീവനോധ കണ്ടതാണ് കേട്ടോ. കാരണം ഞാൻ അല്ലാണ്ട് നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അതും പല വെറൈറ്റി ശംഖൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നടക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് പ്ലേറ്റിയും പിന്നെ ബലൂൺ മോളിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് കഴിക്കാനായിട്ട് കുറച്ച് ബ്ലഡ് ബോംസും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ബൈ.